മൈൻഡ് പവറിൻ്റെ ഏറ്റവും വലിയ രഹസ്യം നീ എവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെ എത്തി എന്ന് വിചാരിച്ച് തുടങ്ങുക. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നാം അതായിത്തീരും. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ ലൈഫിൽ ഉന്നത സ്ഥാനങ്ങൾ കൈവരിക്കണമെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാത്ത കാലത്തോളം അത്തരമൊരു ലെവലിലേക്ക് എത്താൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരാൾ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിനപ്പുറം വളരാൻ കഴിയണമെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം ഉണ്ടായിരിക്കണം. ശരീരം കൊണ്ട് അധ്വാനിക്കുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ക്ഷീണിക്കും. എന്നാൽ മനസ്സിൻ്റെ കാര്യം അങ്ങനെയല്ല. എപ്പോഴാണോ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ശക്തി അറിഞ്ഞു തുടങ്ങുന്നത് അന്നു മുതൽ ആ വ്യക്തിക്ക് അസാധ്യമായത് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. ശക്തമായ വിശ്വാസവും ചിന്തകളും ഉടലെടുക്കേണ്ടത് ഉപബോധ മനസ്സിലാണ്. ജീവിതത്തിൽ വിജയിച്ച ആളുകളും തോറ്റ ആളുകളും തമ്മിൽ വ്യക്തമായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ വിജയിച്ചതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. നമ്മൾ ജീവിതത്തെ ഏത് തലത്തിൽ കാണുന്നു എന്നത് നമ്മുടെ മൈൻഡ് സെറ്റിനെ അടിസ്ഥാനപ്പെടുത്തി ഇരിക്കുന്നതാണ്. കാലാകാലങ്ങളിൽ രൂപപ്പെടുത്തി വച്ചിരിക്കുന്ന മനസ്സിൻ്റെ ഒരു ഘടന. ആ കാഴ്ചയിലൂടെയാണ് ലോകത്തിലെ പല കാര്യങ്ങളും നാം നോക്കിക്കാണുന്നത്. പല ആളുകൾ ശ്രമിച്ചിട്ടും പറ്റാത്ത ഒരു കാര്യം എന്നെക്കൊണ്ടും പറ്റില്ല എന്ന് മുമ്പെപ്പോഴോ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അത് നേടിയെടുക്കാൻ നാം ശ്രമിക്കാറില്ല. കാരണം എന്നെക്കൊണ്ട് പറ്റില്ല എന്ന ചിന്താഗതിയാണ് നമ്മെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. നാം ഒന്ന് ഓർക്കണം, ഇത്രനാളും മറ്റൊരാൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ പരിശ്രമം കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞേക്കാം. അത് നമ്മുടെ ഒരു നേട്ടമായി ചരിത്രത്തിൽ ഇടം പിടിച്ചേക്കാം. അതിനാദ്യം വേണ്ടത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ചിന്താഗതി മാറ്റിയെടുക്കലാണ്. ചെറിയ ചെറിയ പരാജയങ്ങൾ പിറകോട്ട് വലിക്കരുത്. സമയമെടുക്കുക, വിശ്രമിക്കുക, വീണ്ടും പരിശ്രമിക്കുക. ചെറിയ കണ്ണിലൂടെ കാണരുത്. ചെറിയ ദിവസങ്ങളിൽ പറ്റുന്ന തെറ്റുകൾ വെച്ച് നമ്മെ ജഡ്ജ് ചെയ്യരുത്. ധാരാളം ആളുകൾ നമ്മെ വീഴ്ത്തുവാനായി ഉണ്ടാകും. അവർ കൂടെ പറയും നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന്. അവരുടെ ഈ വാക്കുകൾ കേട്ട് സംശയത്തിൽ വന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പിന്മാറാതെ ആ വാക്കുകൾ ഒരു മോട്ടിവേഷനായി എടുക്കാൻ ശ്രമിക്കുക. ആളുകളുടെ ഒരു പ്രധാന വിനോദമാണ് മറ്റുള്ളവരെ തളർത്തുക എന്നത്. അതിന് ഇരയാകാൻ നിന്നു കൊടുക്കാതിരിക്കുക. ജീവിതത്തിൽ വിജയിച്ചൊരു വ്യക്തിയും വിമർശനങ്ങളിലൂടെ കടന്നു പോകാതിരുന്നിട്ടില്ല. പല തടസ്സങ്ങളും ഉണ്ടാകും. പലരും നമ്മുടെ വഴിയിലുണ്ടാകും. പല തെറ്റുകളും നമുക്ക് പറ്റും. പക്ഷേ പതറാതിരിക്കുക. വീണ്ടും വീണ്ടും ശ്രമിക്കുക. അത് ഞാൻ നേടിയെടുക്കും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കുക. നിങ്ങൾ അതിലെത്തിപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിൽ വിജയിക്കാനായിട്ട് വേണ്ടത് ഒറ്റയ്ക്ക് എന്തും നേരിടാനുള്ള ധൈര്യമാണ്. നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ചിന്തകൾ ഇവയൊക്കെ എല്ലാവരും അംഗീകരിച്ചു എന്ന് വരില്ല. നാം 100% വിജയിക്കും എന്ന് ഉറപ്പുള്ള നമ്മുടെ സ്വപ്നങ്ങളിൽ മറ്റുള്ളവർക്ക് സംശയമായിരിക്കും. ചിലപ്പോൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. നമ്മളൊന്നും മനസ്സ് വെച്ചാൽ നേടിയെടുക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. വിജയം എന്ന് പറയുന്നത് ആരും വെറുതെ തരുന്ന ഒന്നല്ല. അത് നമ്മൾ നേടിയെടുക്കുന്നതാണ്. കഠിനമായിട്ടുള്ള അധ്വാനത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയുമൊക്കെയാണ് പലരും വിജയിക്കുന്നത്. നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള യാത്ര ഒരുപാട് സംശയങ്ങൾ നിറഞ്ഞതായിരിക്കും. പക്ഷേ നമ്മുടെ മുന്നിൽ വന്നെത്തുന്ന അവസരങ്ങളിൽ കഷ്ടപ്പാടുകൾ കണ്ടെത്തുന്നവർ പരാജിതരാകും. കഷ്ടപ്പാടുകളിലും അവസരങ്ങൾ കണ്ടെത്തുന്നവർ വിജയികളാകും. പ്രശ്നങ്ങൾ വരുന്ന ഓരോ സമയവും ഓർക്കുക, ഇതൊക്കെ താൽക്കാലികമാണ്. നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വരുന്നു എന്നതിലല്ല, നമ്മൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിലാണ് നമ്മുടെ വിജയം. ഓരോ വീഴ്ചയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവ്. മതിയാക്കാൻ എളുപ്പമായിരുന്നിട്ടും നമ്മൾ നമ്മളുടെ വർക്ക് തുടർന്നുകൊണ്ടേയിരുന്നാൽ ഈ ലോകം മുഴുവനും എതിരാവുമ്പോഴും സ്വന്തം ആത്മവിശ്വാസം കൊണ്ട് മുന്നോട്ട് പോകും. പ്രശ്നങ്ങളെ ഒഴിവാക്കിയല്ല, അതിനെ ഫേസ് ചെയ്ത് കാണിക്കണം. ഓരോ ദിവസവും വിശ്രമമില്ലാതെ വിജയത്തിനായി പരിശ്രമിക്കണം. എല്ലാവർക്കും നന്മകൾ നേരുന്നു.